നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്തും പറഞ്ഞോളൂ. എനിക്ക് സെയിൽസ് കൊണ്ടുവരണം. എനിക്കിവിടെ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യപ്പെടണം. ഈ അടുത്ത് നല്ല ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ പാനലിൽ ഇരുന്നപ്പോൾ ആ കമ്പനി സെയിൽസ് മാനേജർ ഹയർ ചെയ്ത എക്സിക്യൂട്ടീവിനോട് പറയുന്ന ഒരു വാക്കാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ എന്തോ ആയിക്കോട്ടെ, അതിനെ സെയിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഹയർ ചെയ്യുന്നു. അയാൾക്ക് ആദ്യം കൊടുക്കുന്ന ഉപദേശമാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ ശരിക്കും? എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു ഓഫീസർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ തന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെയും തങ്ങളുടെ കൺസ്യൂമറെ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് പരമാവധി ഇന്ത്യ ശ്രമിക്കുക. ഒരു മാനിപ്പുലേറ്റഡ് സെയിൽ നടന്നാൽ എത്ര കാലം ആ കസ്റ്റമർ നമ്മുടെ ബ്രാൻഡിനോടൊപ്പം ഉണ്ടാവും? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. മറിച്ച് നമ്മളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ട്രെയിൻ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ കേവലം ഒരു സെയിൽസ്മാൻ ആക്കാനല്ല. നമ്മൾ നല്ല ഒരു സെയിൽസ് കൺസൾട്ടന്റ് ആണ് ശരിക്കാവേണ്ടത്. നമ്മളുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അയാൾക്ക് നമ്മളുടെ പ്രോഡക്റ്റ് എത്രത്തോളം ഫിറ്റ് ആണെന്ന് അയാളെ അവെയർ ആക്കുന്നതിനുള്ള, അയാളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ട്രസ്റ്റ് ഉണ്ടാവും. ട്രസ്റ്റ് ഉണ്ടായാലുള്ള ഗുണം, അപ്പോ അയാൾ ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ടില്ലെങ്കിലും വലിയ താമസമില്ലാതെ അല്ലെങ്കിൽ അടുത്ത ചാൻസിൽ അയാൾ നമ്മളുടെ ബ്രാൻഡിലേക്ക് എത്തും. അങ്ങനത്തെ കസ്റ്റമർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത്തരം സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെയാണ് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ചെയ്യുന്നതും. അവർക്ക് നമ്മളുടെ കമ്പനി അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്നറിയോ? നമ്മളുടെ കമ്പനി എന്തൊക്കെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടോ, എന്തൊക്കെ സർവീസ് ഓഫർ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഈ കസ്റ്റമർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ നമ്മളുടെ ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഏത് പ്രൊഡക്റ്റ് അയാൾക്ക് ആവശ്യമുണ്ടാകുമ്പോഴും ആദ്യം അയാൾ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും.